الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ രക്ഷിതാവും നാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളൊക്കെയും ജീവിതത്തിലുടനീളം പാലിച്ച് ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഒരു തുടർച്ചയായ വിഷയത്തിൽ നിന്നിടക്ക് നമുക്ക് ചില ബ്രേക്കുകൾ ആവശ്യമായിട്ട് വരുന്നൊരു സന്ദർഭങ്ങളാണ്. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക സന്ദർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഹജ്ജ് മാസത്തിലേക്ക്, ദുൽഹജ്ജിലേക്ക് പ്രവേശിക്കാനിരിക്കും. ഹജ്ജുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അടുത്ത ആഴ്ചയിൽ നമ്മൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഈ ഹജ്ജു മാസം എന്ന് പറയുന്ന ഈ മാസത്തിന്റെ തന്നെ പ്രത്യേകത, ദുൽഹജ്ജ് 8, 9, 10, 11, 12 ദിനങ്ങളിലാണ് ഹജ്ജ് നടക്കുക. ഈ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് പിടിച്ചാണയിട്ടുകൊണ്ട് സംസാരിക്കും, സത്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. അങ്ങനെ പല ഖുർആനിൽ ഒരുപാട് സത്യങ്ങളുണ്ട്, നമുക്കറിയാം. സത്യം ചെയ്തു പറഞ്ഞ ഒരുപാട് കാര്യം. അങ്ങനെ സത്യം ചെയ്തു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു സൂറത്തുൽ ഫജ്ർ. അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഫജ്ർ എന്ന് പറഞ്ഞ പ്രഭാതമാണ്. അപ്പൊ പ്രഭാതം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ, അതിന്റെ സവിശേഷതകൾ, അതിന്റെ പ്രാധാന്യം, അത്തരം കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന, ശ്രദ്ധ ക്ഷണിക്കുന്ന, അതിപ്പോ നമ്മൾ വിശദീകരിക്കുന്നില്ല. തുടർന്ന് പറയുന്നത് വലയാലിൻ അശ്ർ, 10 രാത്രികൾ, 10 രാത്രികളെ കൊണ്ട് സത്യം. അപ്പൊ 10 രാവ് സ്വാഭാവികമായിട്ടും 10 പകലും 10 ദിവസം. ഈ 10 ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്ന, സത്യം ചെയ്ത് പറയാൻ ഉപയോഗിക്കുമാറ് അല്ലെങ്കിൽ പറയുമാറ് അതിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അതേത് 10 ദിവസങ്ങളാണ്? തഫ്സീറുകൾ നമ്മൾ നോക്കിയാൽ
നമുക്ക് കാണാം. പ്രധാനമായും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ചിലർ, അതല്ല റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ് എന്ന് വേറെ ചിലർ. പക്ഷെ പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗവും അംഗീകരിച്ചിട്ടുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഹദീസുകളോട് യോജിച്ചു വരുന്നതുമായ കാര്യം, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ച ഈ 10 ദിവസങ്ങൾ എന്ന് പറയും. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഏറ്റവും പുണ്യകരമായ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ നടക്കുന്നത് ഈ 10 ദിവസത്തിലാണ്. പിന്നെ അതിന് ശേഷമുള്ള കർമ്മങ്ങൾ, ഹജ്ജിൽ 10 കഴിഞ്ഞാൽ പിന്നെയുള്ള കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഹജ്ജിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8-ാം ദിവസം മിനയിലേക്ക് ആളുകൾ പോയി, 9-ന് അറഫയിൽ നിന്ന് 10-ാമത്തെ ദിവസം പ്രധാനപ്പെട്ട കർമ്മങ്ങൾ തവാഫും സഅയും മുടിമുറിക്കലും കല്ലെറിയലും ബലിയെറുക്കലും ഒക്കെ തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നടക്കുന്ന 10 ദിവസം. അപ്പൊ ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെയും നടക്കുന്ന പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്തിനാ അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്നാമതായിട്ട് എത്രത്തോളം ഉണ്ട് അതിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞ ഹദീസുകളിൽ കുറെ ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസ് മാത്രം ഞാൻ ഇപ്പൊ പറയാം. മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും മഹത്തായിട്ടുള്ള ദിവസങ്ങൾ ഈ ദിവസങ്ങളെക്കാൾ വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളും ഈ ദിവസത്തെക്കാൾ വേറെയില്ല. വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അശ്ർ. ഈ 10 ദിവസങ്ങളിൽ അമല് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളിൽ നിന്ന് അമലുകൾ ഇഷ്ടപ്പെടുന്ന, സ്വീകരിക്കുന്ന മറ്റു ദിവസങ്ങൾ വേറെയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും മഹത്തരമായിട്ടുള്ളതും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ ചെയ്യുന്ന അമലുകളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സ്വീകരിക്കുന്നതുമായ 10 ദിവസങ്ങൾ ഈ പറഞ്ഞ 10 ദിവസങ്ങളാണ് എന്ന് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. പിന്നെ വേറെ ഹദീസിലുണ്ട്. അപ്പൊ ചോദിച്ചു സഹാബികൾ, നബി, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദോ? ഇതിനേക്കാൾ ഈ ദിവസത്തിൽ അമല് ചെയ്യുന്നതിനേക്കാളും ജിഹാദിന് പ്രത്യേകതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ജിഹാദിനും പ്രത്യേകതയില്ല, ഇതിനേക്കാൾ പ്രത്യേകതയില്ല, ജിഹാദിന് പ്രത്യേകതയില്ല. പക്ഷെ പിന്നെ പറഞ്ഞു, ഒരാൾ അയാളുടെ സമ്പത്തും ശരീരവും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടിട്ട് പിന്നെ ഒന്നുമില്ല, അത് രണ്ടും കൊണ്ട് അയാൾ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഷഹീദായി പോയെങ്കിൽ അയാൾക്ക് അത്യുന്നതമായ സ്ഥാനവും പദവിയുണ്ട്. കാരണം അയാളുടെ സമ്പത്തും എടുത്തിട്ട് അള്ളാന്റെ മാർഗത്തിൽ അയാൾ ശരീരം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ട് അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി പോയാൽ അയാളുടെ പ്രത്യേകത അത് പറയുന്നത് ഇതിന്റെയൊക്കെ മേലെ തന്നെയാണ്. എന്നാൽ അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ സമര പോരാട്ടം നടത്തുന്നത് പോലും, ജിഹാദ് നടത്തുന്നത് പോലും ഇപ്പറഞ്ഞ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളോളം വരില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലും ഇനിയിപ്പോ ഞാൻ ടെക്സ്റ്റ് വായിക്കാതെ പറഞ്ഞ മറ്റു ഹദീസുകളിലൊക്കെ ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട 10 ദിവസങ്ങൾ നമുക്ക് വരാൻ പോവാണ്. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ മാസങ്ങളും ഒരുപോലെയല്ല, എല്ലാ സമയങ്ങളും ഒരുപോലെയല്ല. അങ്ങനെ എല്ലാറ്റിനും പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയായ പടച്ചിട്ടുള്ള സംഗതികളെ ചിലതിനെ അല്ലാഹു തആല പ്രത്യേകമാക്കുകയും ചിലതിനെ തെരഞ്ഞെടുക്കുകയും ചിലതിനെ പരിഗണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പരിഗണിച്ചിട്ടുള്ള, തെരഞ്ഞെടുത്തിട്ടുള്ള ദിവസങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നെ ചോദ്യം, അല്ലെ? ഈ ദിവസങ്ങൾക്ക് പേര് കാണിക്കുന്ന നാളെ മറ്റന്നാളും ദുൽഹജ്ജ് 1 ആവും, അല്ലെ? ദുൽഹജ്ജ് 1 ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ 10 ദിവസങ്ങളെടുക്കപ്പെട്ട പ്രത്യേകത പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 കാര്യങ്ങൾ അതിലുണ്ട്. ആ 3 കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. എന്താ അള്ളാന്റെ റസൂല് പറഞ്ഞതറിയോ? ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വതഹ്മീദ്. അതാ പറഞ്ഞു. അതുകൊണ്ട് ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വർദ്ധിപ്പിക്കുക. എന്ത് വർദ്ധിപ്പിക്കുക?
തഹ്ലീൽ വർദ്ധിപ്പിക്കുക. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് ചൊല്ലുന്നത് തഹ്ലീൽ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചൊല്ലാറുള്ള ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തഹ്ലീൽ. തക്ബീർ വർദ്ധിപ്പിക്കുക. അല്ലാഹു അക്ബർ. ഇനിയിപ്പം പെരുന്നാളിനോടനുബന്ധിച്ച് ഹജ്ജിനോടനുബന്ധിച്ച് തക്ബീറുകൾ കൂടുതലായിട്ട് സ്വാഭാവികമായിട്ട് വർദ്ധിക്കും. അല്ല, ഈ 10 ദിവസങ്ങൾ തന്നെ നിങ്ങൾ കൂടുതലായി തക്ബീർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. വത്തഹ്മീദ്, അല്ലാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ ദിക്റുകൾ കൂടുതലായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടൊപ്പം മുകളിൽ പറഞ്ഞ ഇതിന്റെ ആശയം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലും കൂടുതലായി റബ്ബിന് സ്വീകാര്യമാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും അല്ലാഹുവിലേക്ക് അത് നമ്മളെ അടുപ്പിക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൽക്കർമ്മങ്ങളും കൂടുതലായിട്ട് സുന്നത്തുകളുടെ വർധനവ് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഈ ഫർളുകളിൽ മാത്രം നിൽക്കരുത്. നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം ഒന്നുകൂടെ പറയാം. ഫർളുകൾ മാത്രം, ഫർള് നിസ്കരിക്കുന്നു, ഓടുന്നു. എവിടുക്ക തിരക്കുണ്ടാവും ചിലപ്പോ, അല്ലേ? എന്നാ തിരക്കില്ലെങ്കിലും നമ്മൾ ഓടുന്നു. ഫർള് നമസ്കരിക്കുന്നു, അവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം നമുക്ക് ദിക്ർ ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഇപ്പറഞ്ഞ സംഗതികളൊന്നും ചെയ്യാൻ നമുക്ക് നേരല്ല, നമ്മൾ എണീറ്റ് ഓടുന്നു. അല്ലെങ്കിൽ അപ്പൊ എടുത്തിട്ട് ആളുകൾ വേഗം മൊബൈലിൽ ആരോ പറഞ്ഞു ഇത് സ്വീകരിച്ചിക്കണോ എന്നുള്ള OTP വന്നിക്കണോ നോക്കുകയാണ്. അതാണ് ഇപ്പൊ നമസ്കാരം കഴിഞ്ഞാൽ അപ്പൊ മൊബൈൽ എടുത്തു പോയത്. അതിന് മുമ്പ് നോക്കിയിട്ടുള്ളൂ, ഇതിങ്ങനെ നോക്കി അപ്പൊ ആ മൊബൈലൊക്കെ അവിടെ ഇരിക്കട്ടെ, അല്ലേ? സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ വളരെ പ്രധാനമല്ലേ? നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുള്ള പ്രാർത്ഥനയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള സുന്നത്തുകളുണ്ട്. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ഫർള് മാത്രമല്ല, ഫർളിന് മുമ്പും ശേഷവും ഒക്കെ ഉള്ള സുന്നത്തുകൾ, റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകളുണ്ട്. ചിലർ ഈ 1 മുതൽ 10 വരെ തുടർച്ചയായിട്ട് നോമ്പ് വെൽക്കുക, അങ്ങനെ ഒരു സുന്നത്ത് കാണുന്നില്ല. അങ്ങനെ 10 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് വെൽക്കുക. എന്നാലും നമ്മുടെ സുന്നത്തുകൾ നോക്കുമല്ലോ. സുന്നത്ത് നോക്കും, തിങ്കളാഴ്ച നോക്കുന്നു, വ്യാഴാഴ്ച നോക്കും, മറ്റു സുന്നത്ത് അയ്യാമൽ ബീദ് 13, 14, 12, 13, 14 നോമ്പ് വെൽക്കും, അല്ലേ? ചന്ദ്രമാസം, ഇങ്ങനെയുള്ള നോമ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ സുന്നത്ത് നോമ്പുകൾ ഈ പറഞ്ഞ സമയത്തുള്ള അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകളിലൊക്കെ നിഷ്ഠ പാലിക്കുക. അതുപോലെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. സദഖ വലിയ പ്രതിഫലം കിട്ടുന്ന കർമ്മ. എപ്പോഴും നമ്മളെ കാത്തുരക്ഷിക്കുന്നതും നമ്മുടെ പാപങ്ങളൊക്കെ മുങ്ങി നമ്മൾ കഷ്ടപ്പെടുന്ന സന്ദർഭം നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നതുമായ സംഗതിയാണ് ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. സദഖ അത് ചെറിയ സംഗതിയല്ല. അപ്പൊ സദഖകൾ വർദ്ധിപ്പിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടുന്ന സന്ദർഭമാണ്. അതോടൊപ്പം ഈ ദുൽഹജ്ജ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ ഉളുഹിയ്യത്തിന് നിയ്യത്ത് ചെയ്തവരാണെങ്കിൽ ആ ഒരു പ്രത്യേക മാസത്തോടുകൂടി, കാരണം ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന ബലികർമ്മത്തിന് നിയ്യത്ത് ചെയ്തവരാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ ആ ഒരു മാനസികാവസ്ഥയോടുകൂടി, ഒരു ബലിയെറുക്കുന്ന മാനസികാവസ്ഥ. അപ്പൊ അവരെന്ത് ചെയ്യാൻ പാടില്ല? ഇഹ്റാമിൽ പ്രവേശിച്ച പോലെ ചില കാര്യങ്ങൾ അവരും ചെയ്യാൻ പാടില്ല. അത് നമുക്കറിയുന്ന കാര്യമാണ്, ഒന്ന് ഓർമ്മപ്പെടുത്തുക. എന്ത് നഖം മുറിക്കാതിരിക്കുക, താടിയും മീശയൊന്നും പഠിക്കാതിരിക്കുക, ഷേവ് ചെയ്യാതിരിക്കുക, മുടി വെട്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് മുമ്പ് ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ അതിന് മുമ്പ് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒക്കെ ആവേണ്ട ആളുകൾ അതൊക്കെ സെറ്റാക്കി ആ ഒരു 10 ദിവസം പിന്നെ ബലിയറക്കുന്നത് വരെ അവരെന്ത് ചെയ്യാൻ പാടില്ല? അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ പറ്റുന്നത് എല്ലാ സൽക്കർമ്മങ്ങളും കൂടുതലായിട്ട് ചെയ്യാം. ഖുർആൻ പാരായണം കൂടുതലായിട്ട് നടത്തുക, ദിക്റുകൾ കൂടുതലായിട്ട് ചൊല്ലുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വതഹ്മീദ്. തഹ്ലീലും തക്ബീറും തഹ്മീദും ഒക്കെ വർദ്ധിപ്പിച്ച് ഈ ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ സൽക്കർമ്മങ്ങളിൽ അതൊരു വലിയ ഭാരമായി കനമായി പോകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد أيها المؤمنون
ഉസീക്കും ഇബാദുല്ലാഹി വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സൂക്ഷിച്ച് ജീവിക്കാനൊന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുട്ടികൾ ഈ സദസ്സിലൊക്കെ ഉണ്ട്, ഞാൻ കാണും. കുട്ടികളെക്കാൾ രക്ഷിതാക്കൾ വലിയ ഒരു സംഗതിക്ക് വേണ്ടി ഇപ്പൊ കാത്തിരിക്കുക. അത് മറ്റേ ഇലക്ഷൻ റിസൾട്ട് ഒന്നും അങ്ങനെ തോന്നാൻ. നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസിന്റെ പരീക്ഷാ റിസൾട്ട് വരാൻ പോവാണ്. 2 മണി 3 മണിയൊക്കെ ആവുമ്പോൾ വരും. പ്രതീക്ഷയോടെ നമ്മുടെ മക്കളൊക്കെ കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് നമ്മളെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകുമാറാകട്ടെ. അപ്പോ ഇപ്പൊ ഈ സന്ദർഭത്തിൽ ഞാൻ പറയേണ്ട ഒരു കാര്യം മാത്രം പറയണം. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടോ അതിന്റെമായി ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ പിന്നെ പറയാനുണ്ട്. അതല്ല, അതിലേക്ക് വിശദമായിട്ട് പോവാതെ ചില കാര്യങ്ങൾ പറയണം. 10ാം ക്ലാസ് റിസൾട്ട് വരും. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എന്ത് പഠിക്കണം എന്നതിനെ സംബന്ധിച്ചു പഴയ കാലത്തെ പോലെയല്ല. കുട്ടികൾക്കൊക്കെ ഒരു കാഴ്ചപ്പാടുണ്ട്, എന്ത് പഠിക്കണമെന്ന് കുട്ടികൾക്കുണ്ട്. കുട്ടികളുടെ ആഗ്രഹം വളരെ പ്രധാനമാണ്. അതോടൊപ്പം കുട്ടികൾക്ക് എല്ലാം അറിയില്ല. കുട്ടികൾ പറയും അവർക്കൊക്കെ എല്ലാം എല്ലാം ബോധ്യമാണെന്ന് അവർ വിചാരിക്കും. അങ്ങനെ വിചാരിക്കണം. പക്ഷെ നമുക്കറിയാം കുട്ടികൾക്ക് അത്രയൊന്നും അറിയില്ലേ. 10-15 വയസ്സായ കുട്ടിക്ക് എത്ര അറിഞ്ഞാൽ എന്താണ് അറിയാം. അപ്പോ കുട്ടികളെ സംബന്ധിച്ച് ജീവിതം എന്താണെന്നോ വഴി എന്താ മാർഗമാണെന്നോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾ അവരെ വഴിതിരിച്ച് മാർഗവും വഴിയൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം, അവരെ ഗൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ അവർക്ക് തുടർന്ന് എന്ത് പഠിക്കണം, ഏത് വേണം, അങ്ങനെ എന്തിനാ പഠിക്കുന്നത്? പഠിച്ചിട്ടൊരു നല്ല മനുഷ്യനായിട്ട് മാറാനാണ് പഠിക്കുന്നത്. പഠിച്ചിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് മാറണം. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കണം. ദുനിയാവിലും നല്ല ജീവിതം, പരലോകത്തിലും നല്ല അള്ളാന്റെ കാരുണ്യത്തിലും സ്വർഗത്തിലും എത്തണം. ഇതാണ് ഒരു മനുഷ്യന് വേണ്ടത്. അപ്പൊ അതിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തണം, ആ വഴിയിലേക്ക് എത്തണം. അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മക്കൾക്ക് ദീൻ കൂടി പഠിക്കുന്ന രൂപത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിൽ അതിന്റെ സാധ്യതകളെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അത്തരം വഴിയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നേരെ പറഞ്ഞു. അപ്പൊ നമ്മൾ നിൽക്കുന്ന മഹൽ, നമ്മുടെ ശാന്തപുരം മഹൽ എന്ന് പറഞ്ഞാൽ അതിപ്രശസ്തമായ ഒരു കലാലയം നിൽക്കുകയാണ് ശാന്തപുരം കോളേജ്. അത് അൽ ജാമിയ യൂണിവേഴ്സിറ്റിയാണ്. പലതരത്തിലുള്ള കോഴ്സുകളും സംഗതികളും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ പരിസരത്തൊക്കെ ഇസ്ലാമിയ കോളേജുകളുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വെറും ഖുർആനും ഹദീസും അറബിയും ഫിഖുവും ചരിത്രവും ദീനും മാത്രമല്ല പഠിപ്പിക്കുക. ഈ നമുക്ക് പഠിക്കാൻ ആവശ്യം ഭൗതിക വിഷയങ്ങൾ കൂടി പഠിക്കുക. കുട്ടികൾ കുറച്ച് സ്ട്രെയിൻ എടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് പഠിക്കേണ്ടി വരുന്നു അത്ര. ഇതുകൊണ്ട് കൂടെ അതും കൂടെ കുറച്ചധികം പഠിക്കുക. അപ്പൊ അവർക്ക് കുറച്ച് ശ്രദ്ധയും അനുകൂല സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അവർ പഠിക്കും. അങ്ങനെ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ദീനും ഉണ്ടാകും, ദുനിയാവും ഉണ്ടാകും. ദീനില്ലാത്ത വെറും ദുനിയാവ് മാത്രമുള്ള എവിടെയും എത്താത്ത അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് കൈവിട്ടു പോകുന്ന ഒരവസ്ഥ. എല്ലാവരും അങ്ങനെ ആകുന്നല്ല. അത് ഇതൊന്നും ഇസ്ലാമിയ കോളേജിൽ പഠിക്കാത്തവരൊക്കെ കൈവിട്ടു പോയി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ സേഫ് സൈഡിൽ നിൽക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അപ്പൊ അവർക്ക് ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല പ്രിയപ്പെട്ടവരെ? അപ്പൊ അതിനുള്ള ഒരു അവസരം, അങ്ങനെ ചിന്തിക്കേണ്ടുന്ന ഒരവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ മക്കള് ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ടി ഒന്ന് കൈമലർത്താൻ അള്ളാഹുവിനോട് അതൊന്നുണ്ടായാലേ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചിങ്ങനെ കൊടുന്ന് കിടത്തിയാലേ ആരാ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ മോനാണ് നിസ്കരിക്കുന്നതെന്ന് പറയാനേ ഒരു മോനുണ്ടായാലേ അതാണ് നമ്മൾ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അതില്ലാതെ പോയാലേ മറ്റതൊക്കെ ഉണ്ടായാലും നമുക്ക് നഷ്ടമാണ്, നമ്മൾ വിജയിക്കുന്നില്ല. അപ്പൊ അത് അങ്ങനത്തെ ഒന്നും ഉണ്ടാവണം, അല്ലെങ്കിൽ എന്റെ മക്കൾ അങ്ങനെ ആവണം എന്നൊരാഗ്രഹം ഏതൊരു ബാപ്പാക്കും ഉണ്ടാവണ്ടേ, ഒരു സത്യവിശ്വാസിയായ ബാപ്പാക്ക്. അപ്പൊ ആ ഉണ്ടാവാനുള്ള വഴികളും കൂടി, അതങ്ങനെ ആയിത്തീരാനുള്ള വഴികളും കൂടി നമ്മൾ ഒരുക്കണം. അപ്പൊ അത്തരം ഒരു സന്ദർഭം കൂടിയാണ്. അപ്പോ അങ്ങനെ സാധിക്കുന്നവരൊക്കെ അതിന് കഴിയുന്ന അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത്തരം സംഗതികളിലേക്ക്, പ്രത്യേകിച്ചും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അതിന് കാത്തിരിക്കുന്നു. നമ്മുടെ മക്കളെ നമ്മളെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. നല്ല മക്കളാണ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കൾ, ദുനിയാവും ആഖിറുള്ള മക്കൾ വേണം നമുക്ക്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല വിവരം, അന്തസ്സ്, നല്ല സാമൂഹ്യ ചുറ്റുപാട്, സ്വസ്ഥവും സമാധാനവുമായ ജീവിതം, അതാണ് ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും ആഗ്രഹം. റബ്ബ് സുബ്ഹാനഹു വ തആല അത് കനിഞ്ഞു നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികളുടെ കൂട്ടത്തിൽ അതേ പ്രായത്തിൽപ്പെട്ട ഒരു 3-4 കുട്ടികൾ ഇപ്പൊ നമ്മൾ അള്ളാന്റെ ഖദർ നമുക്കൊന്നും പറയാനില്ല. എന്ന് പറഞ്ഞു
ഒരു മനുഷ്യൻ എവിടെ വെച്ച് മരിക്കും, നാളെ എന്ത് സംഭവിക്കുന്ന ഒരു പാറപ്പുറത്ത് കയറി പോയിരുന്നത് അവിടുന്ന് മരിക്കണം. ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇല്ലേ? സംഭവിച്ചു പോയി. നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. പടച്ച റബ്ബിന്റെ അചഞ്ചലമായ വിധിയും തീരുമാനവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞുങ്ങളൊക്കെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ വിരുന്നൊരുക്കി കൊടുക്കട്ടെ. അവരുടെ വിയോഗത്തിൽ മനം നൊന്ത് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളും ഉറ്റവരും ഉടയവരും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആശ്വാസം നൽകട്ടെ, മനക്കരുത്ത് നൽകട്ടെ, ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചവനെ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് മരണത്തെ ഓർക്കാനും ഉറപ്പിക്കാനും, ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാനും, ഞങ്ങൾക്കൊരു വസിയത്ത് ചെയ്യാനും, ഞങ്ങൾക്കൊരു അസ്തഗ്ഫിറുള്ള പറയാനും, ഞങ്ങൾക്കൊരു കലിമത്ത് ത്വയ്യിബ ഉച്ചരിക്കാനും ഒക്കെയുള്ള ആ രൂപത്തിലുള്ള ഒരു മരണം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ അന്ത്യം നന്നാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ നാഥ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. രോഗികളായിട്ട് ഒരുപാട് പേര്, ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് പല രോഗങ്ങൾ, അസുഖങ്ങൾ നമുക്കൊക്കെ പലർക്കും ഉണ്ട്. പലരും ആശുപത്രിയിലുണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ മുതലേ നമ്മുടെ പെരുന്തൽമണ്ണ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ബന്ധു അവിടെ ICUലുണ്ട്. മറ്റു പലരും ഉണ്ട്, പലയിടത്തും ഉണ്ട്. അങ്ങനെ അല്ലാഹു തആല അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ലഘൂകരണം നൽകുമാറാകട്ടെ. നാഥ, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ നാഥ. ചികിത്സിക്കുക, നീയാണ് സുഖപ്പെടുത്തുന്നവൻ. അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചു, എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ട്, ചികിത്സയുണ്ട്. നിങ്ങൾ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. അതാ ഞങ്ങളത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഞങ്ങളുടെ ജീവിതമാർഗങ്ങൾ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ തമ്പുരാൻ. ഞങ്ങളുടെ കച്ചവടത്തിൽ, ഏർപ്പാടുകളിൽ ഞങ്ങൾക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ നാഥ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. ഹലാലായ ജീവിതമാർഗം കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഹറാമുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവൻ ഈമാനോടുകൂടി മരിപ്പിക്കണേ നാഥ. ഞങ്ങളുടെ അവസാനത്തെ കലിമ, അവസാനത്തെ വാക്കും വാചകവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കണേ റബ്ബേ. അതിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ റബ്ബേ. ഞങ്ങളെ ഇതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم اشف أمراضنا اللهم اشف أمراضنا وأمراض مرضانا شفاء تاما لا يغادر سقما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.